Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ പാവ് ഭാജി. ഇത് 1850s മഹാരാഷ്ട്രയിലെ ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സിന് ലഞ്ച് ടൈമിൽ പെട്ടെന്ന് കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഭക്ഷണമാണ്. പക്ഷെ പിന്നീട് അത് റെസ്റ്റോറൻറ്റ്സിലും ശരി സ്ട്രീറ്റുകളിലെ വെൻഡേഴ്സിൻ്റെ അടുത്തുമൊക്കെ വളരെ കോമൺ ആയി ഈ ഭക്ഷണം പാവ് ഭാജി. ഇപ്പം നമ്മുടെ നാട്ടിലും ഇത് കോമൺ ആയിട്ട് വരികയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞ ബീൻസ് ഒരു കപ്പ്, ക്യാരറ്റ് ഒരു കപ്പ്, ക്യാപ്സിക്കം ഒരു അര കപ്പ്, പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒരു 1/4 വേവ് വരെ ആക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ട്, ഒരു 1/4 വേവ്. അതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർക്കുന്നത്. ഫ്രോസൺ ആയത് കൊണ്ടാണ് ആദ്യമേ ചേർക്കാതിരുന്നത്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ അതിനെ പ്രഷർ കുക്ക് ചെയ്തിട്ട് ഇതിൽ മിക്സ് ചെയ്താൽ മതി. ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഈ സമയം കൊണ്ട് ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കതിനെ ഇതിലേക്ക് ചേർക്കാം. ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് ഇതിൽ ചേർക്കണതിൻ്റെ മുന്നേ തന്നെ വേണമെന്നുണ്ടെങ്കിൽ മാഷ് ചെയ്യാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ പാത്രത്തിലിട്ടതിന് ശേഷം ചെയ്യാം. തീ നമ്മൾ ചെറുതാക്കി വെക്കണം, അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് മാഷ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ പച്ചക്കറിയും എന്തായാലും മാഷ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മാഷർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണത്. മറ്റ് പച്ചക്കറികളെക്കാളും അധികം ക്വാണ്ടിറ്റി നമുക്ക് ഉരുളക്കിഴങ്ങിന് വേണം, അതുപോലെ തന്നെ തക്കാളി നന്നായിട്ട് വേണം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കസൂരി മേത്തിയുടെ ഇലകൾ, പിന്നെ ഒരു 3 ടീസ്പൂൺ പാവ് ഭാജി പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതൊരു തരം മീഡിയം എരിവാണ് ഇതിനുണ്ടാവുക. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ മസാല ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് 1 കപ്പോളം വെള്ളം ഒഴിച്ച് നമുക്കതിനെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ട്, നേരത്തെ എടുത്തതിനേക്കാളും കുറച്ച് വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച്, എണ്ണയോ അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ഒഴിക്കാം കേട്ടോ. അതിലേക്ക് ഒരു കപ്പോളം ചെറുതായി അരിഞ്ഞ ഉള്ളി, അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 2 കപ്പോളം തക്കാളി, ഉള്ളിയേക്കാൾ കൂടുതൽ തക്കാളി വേണം, ചെറുതായി അരിഞ്ഞ തക്കാളി, അതും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അപ്പം ഞാനിവിടെ പാത്രം അടച്ചൊന്നും വെക്കുന്നില്ല, കുറച്ച് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെയാണ് അതിനെ ഞാൻ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അത് വഴന്നതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച പൊട്ടാറ്റോയും വെജിറ്റബിളൊക്കെ ആയിട്ടുള്ള മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് ഉപ്പ് വേണമെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ട് പോകാൻ പാടില്ല, കാരണം അത് അടി പിടിക്കും, പുറത്തേക്ക് തെറിക്കും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ മസാലയുടെയൊക്കെ കളറ് ശരിക്ക് നന്നായിട്ട് വരും. ഇവിടെ നമ്മുടെ ഭാജി ഇപ്പതേ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ഹാൻഡ്ഫുൾ, ഒരു പിടിയോളം മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ വെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടകളിലൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഈ ഭാജിയിൽ അവർ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യും. നമ്മളതൊന്നും ചെയ്യുന്നില്ല, നാച്ചുറൽ ആയിട്ടുള്ള കളറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭാജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാവ് എങ്ങനെയാണ് അതിനുള്ളത് റെഡിയാക്കേണ്ടത് നോക്കാം. ഇനി അപ്പോൾ ഇതിൻ്റെ പാവ് നമുക്ക് ആദ്യം പാവിനെ പകുതിയായിട്ട് മുറിച്ചിട്ട് ഒന്ന് വെണ്ണയിലാക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ പാവ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സാധനമായിരിക്കും, ബണ്ണ് പോലെ അതിനെ കിട്ടും. ഇനിയിപ്പം അതിനെ തന്നെ കിട്ടിയിട്ടില്ല, ഇത് പാവ് ഭാജിക്കായിട്ടുള്ള പാവാണ്. അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബണ്ണ് വെച്ചിട്ടും ഒപ്പിക്കാം. അപ്പോൾ ഞാനിതിൽ ഒരു സ്റ്റിക്ക് ബട്ടർ ഇങ്ങനെ ഇതുപോലെ തവയിൽ തേച്ചിട്ട് അതിൻ്റെ 2 സൈഡും ഒന്ന് ചൂടാക്കിയെടുക്കും. വളരെ പെട്ടെന്ന് തന്നെ നമ്മളത് അടുപ്പിൽ നിന്ന് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. എന്നിട്ട് 2 സൈഡും ഒന്ന് ചൂടാക്കിയെടുക്കുക. അതോടെ നമ്മുടെ പാവ് ഇവിടെ റെഡി.
ഇതിന് നിങ്ങൾ വെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ, എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നിങ്ങൾക്ക് അടുപ്പത്തുനിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും പാവ് ഭാജിയുടെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.